അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി വേഗത്തിലാക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടേൽ നൽകിയ പരാതിയിലാണ് നടപടി. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നും ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടേൽ നൽകിയ പരാതിയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചു. ബൈപ്പാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനിയും പൂർത്തിയാക്കാനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കി പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളുടെ വിശദമായ റിപ്പോർട്ട് 3 മാസത്തിനകം കമ്മീഷന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി ബൈപ്പാസ് പദ്ധതി സംബന്ധിച്ച് വിവിധ പ്രഖ്യാപനങ്ങളും നടപടികളും ഉണ്ടായിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തത് ജനങ്ങളിൽ വലിയ ആശങ്കയും പ്രതിഷേധവും സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. പരാതി പരിഗണിച്ച കമ്മീഷൻ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ടുകളും വിശദീകരണങ്ങളും തേടുകയും ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് അങ്ങാടിപ്പുറത്തെ ജനങ്ങളുടെ വിജയമാണെന്ന് ആരിഫ് ചുണ്ടയിൽ പറഞ്ഞു. അങ്ങാടിപ്പുറത്തിന്റെ ഗതാഗതക്കുരുക്ക്, അങ്ങാടിപ്പുറം പെരുന്തമണ്ണ ഈ റോഡിന്റെ ഗതാഗതക്കുരുക്ക് നമുക്കറിയാം. ആളുകൾ രാവിലെയും വൈകുന്നേരം വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ആംബുലൻസുകൾ കെട്ടിക്കിടക്കുന്നു, രോഗികൾ ഈ റോഡിൽ കെട്ടിക്കിടക്കുന്നു, വിദ്യാർത്ഥികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു. ഇവിടുത്തെ കച്ചവടക്കാരെ സംബന്ധിച്ച് അത് വലിയ പ്രതിസന്ധിയാണ്. ഇങ്ങനെ തൊഴിലിന് പോകുന്നവർക്ക് സമയത്തെത്താൻ കഴിയില്ല. ഇങ്ങനെ വലിയ പ്രതിസന്ധിയാണ് അങ്ങാടിപ്പുറത്തും പെരുന്തമണ്ണയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉള്ളത് അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് മനുഷ്യാവകാശ കമ്മീഷന് കൂടി നമ്മൾ പരാതി നൽകിയിരുന്നു. അല്ല, തിരുവനന്തപുരത്ത് പോയി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. അതിനുശേഷം തിരൂര് വെച്ച സിറ്റിംഗിൽ പങ്കെടുത്തു. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു നിർണായകമായ ഇടപെടൽ സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത് മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്. കേവലം എന്തോ ഒരു വികസനത്തിന്റെ പ്രശ്നം കൂടിയല്ല. മനുഷ്യരുടെ ഗതാഗതത്തിന് തടസ്സം നിൽക്കുക, സ്വൈര ജീവിതത്തിന് തടസ്സം നിൽക്കുക, അവരെ ജീവിക്കാൻ പോലും കഴിയാത്ത, ഹോസ്പിറ്റലിൽ പോകാൻ പോലും കഴിയാത്ത, അവരുടെ ജീവിതം വഴിമുട്ടുന്ന ആ രൂപത്തിലുള്ള പ്രശ്നം കൂടി ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ 3 മാസത്തിനകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകണമെന്ന് അധികാരികൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. കമ്മീഷൻ നിർദ്ദേശിച്ച നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതുവരെ ജനകീയ ഇടപെടൽ ശക്തമായി തുടരുകയും ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.